കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നാടിന് മാതൃകയായി മാറിയ ഏകതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 6ാം വാർഷികം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനവും സൊസൈറ്റിയുടെ ലോഗോ പ്രകാശനവും കണ്ണൂർ ഫാമിലി കോർട്ട് ജില്ലാ ജഡ്ജ് RL ബൈജു നിർവഹിച്ചു. കഴിഞ്ഞ 6 വർഷമായി കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നാടിന് മാതൃകയായി മാറിയ ഏകതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 6ാം വാർഷികം വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. നന്മണ്ട ഗ്രാമപഞ്ചായത്ത് ഓപ്പൺ സ്റ്റേജിൽ നടന്ന ആഘോഷം കണ്ണൂർ ഫാമിലി കോർട്ട് ജില്ലാ ജഡ്ജി RL ബൈജു ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ആളുകൾ ഈ സൊസൈറ്റിയിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊരു വേദി ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. എന്തിൻ്റെ ബാനറിൽ പ്രവർത്തിക്കണം, എവിടെ പോയി പ്രവർത്തിക്കണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയാത്ത ഒത്തിരി ആളുകളുണ്ട്. അവരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഇതുപോലുള്ള സംഘടനകൾ ഉണ്ടെങ്കിൽ, അവരുടെ നേതൃത്വമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സമൂഹത്തെ മനോഹരമായ ഒരു ഇടമാക്കി മാറ്റാൻ വേണ്ടി കഴിയും. എല്ലാവരും ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി തരുമോ എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലോകമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ആ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ഏകതാ ചാരിറ്റബിൾ സൊസൈറ്റിയോടൊപ്പം എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. സൊസൈറ്റിയുടെ ലോഗോ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. സൊസൈറ്റി ചെയർപേഴ്സൺ രതി ഭാസ്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചാരിറ്റി കോർഡിനേറ്റർ പോൾ ജോസഫ് കോത്തഗിരി തമിഴ്നാട് മുഖ്യപ്രഭാഷണം നടത്തി. അംബിക നച്ചാട്, ശിവൻ കോക്കല്ലൂർ, വിജയമോഹൻ കോഴിക്കോട്, മനോജ് കരുമല തുടങ്ങിയവരും സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് നിരവധി പേരെയും ആദരിച്ചു. തുടർന്ന് കുമാരംപൊയിൽ നന്മണ്ട കോൽക്കളി സംഘത്തിന്റെ കോൽക്കളിയും മുരളി ചാലക്കുടി, പ്രദീപ് പെരുമ്പാവൂർ, ശ്രീപജിത്ത്, സ്മിത, സതീഷ് പട്ടാമ്പി, ശരൺജിത്ത് തുടങ്ങിയവരുടെ കലാപരിപാടികളും നടത്തി. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി.